ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ക്യൂസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന US ഫെഡറൽ റിസർവിന്റെ ആ ഒരു റേറ്റ് കട്ട് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 25 ബേസിസ് പോയിന്റിന്റെ ഒരു റേറ്റ് കട്ടാണ് ഇന്നലെ അനൗൺസ് ചെയ്തത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള കമന്ററിയിൽ നമ്മൾ കാണാൻ കഴിയുന്നത് US-ന്റെ ഫ്യൂച്ചർ എക്കണോമിയെ കുറിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ GDP ഗ്രോത്ത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് 2.3% ആണ്. അത് 1.8% മുമ്പേ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രൊജക്ഷനാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കുറയും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്ഷനാണ് നമ്മൾ കാണുന്നത്. PCE ഇൻഫ്ലേഷൻ 2.6 നിന്നും 2.4 ആയിട്ട് കുറച്ചിരുന്നു. അതുപോലെ കോർ PCE ഇൻഫ്ലേഷന്റെ പ്രഡിക്ഷൻ 2.6 നിന്നും 2.5 ആയിട്ടും കുറച്ചായിട്ട് കാണാം. എന്നാൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് സ്റ്റാബിളാണ്. 4.4 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കാം. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു കമന്ററി വന്നതിനാൽ US-ൽ ഇന്നലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. ഇപ്പോൾ ഡൗ ജോൺസ് ആയാലും S&P 500 ആയാലും നാസ്ഡാക്ക് ആയാലും എല്ലാം പോസിറ്റീവിൽ ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം ഇന്ന് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാവുകയും നമ്മുടെ മാർക്കറ്റിൽ ഇതുപോലെ 140 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് ഇന്നുണ്ടായത്. അപ്പോൾ ഇത് നിഫ്റ്റി 50-ൽ മാത്രമല്ല ബ്രോഡ് മാർക്കറ്റിലും അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നെക്സ്റ്റ് 50 ആയാലും മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും മൈക്രോ ക്യാപ്പ് ആയാലും എല്ലാത്തിലും ഒരു മുന്നേറ്റം ഇന്ന് പ്രകടമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു താൽക്കാലികമായിട്ടുള്ള റാലി ആയിരിക്കുമോ അതല്ല ഒരു പെർമനന്റ് തിരിച്ചുവരവായിരിക്കുമോ എന്ന് ഇവിടെയും വ്യക്തമല്ല. കാരണം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 25,900 എന്ന ലെവലിൽ ക്രോസ് ചെയ്യാതെ നിൽക്കുകയാണ് നിഫ്റ്റി. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,898-ലാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. അവിടെ അത് ബ്രേക്ക് ചെയ്യാതെ നിന്നതുകൊണ്ട് തന്നെ ഇതൊരു സംശയമുളവാക്കുന്ന ഒരു ലെവലാണ്. ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ചേഞ്ച് വന്നതായിട്ട് കാണാം. 26,000 ഇപ്പോൾ ഹയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഹയസ്റ്റ് 26,100 പുട്ട് സൈഡിലേക്ക് വന്നാൽ നിഫ്റ്റിയിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 25,800 സെക്കൻഡ് ഹയസ്റ്റ് 25,700 അപ്പോൾ മാർക്കറ്റിന്റെ റേഞ്ച് ഏകദേശം 25,700 ഈ 26,100 ഇടയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ വന്നാൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും അധികം നിരാശയിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച തകർച്ചയാണ്. കഴിഞ്ഞ 7 വർഷത്തെ ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BSE സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ജനുവരി മുതൽ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 9.3% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് അത് ഇൻവെസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 2023 47% ജമ്പും അതുപോലെ 2024 29% ജമ്പൊക്കെ നടത്തിക്കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കടന്നുവരവിന് പ്രചോദനമായിട്ടുള്ള ഈ സ്മോൾ ക്യാപ്പിലെ വളർച്ച അവിടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2025 ഏകദേശം 9% നഷ്ടം ഇൻവെസ്റ്റേഴ്സിന് ഇത് നൽകിയിരിക്കുന്നത്. അപ്പോൾ 2018 ആണ് ഇതേപോലുള്ള ഒരു ക്രാഷ് സ്മോൾ ക്യാപ്പിൽ ഉണ്ടായത്. അന്ന് ഏകദേശം 23% ക്രാഷ് നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം 2023 24 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടായപ്പോൾ ഏകദേശം 93% ഒരു റിക്കവറിയാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഉണ്ടായത്. അതാണിപ്പോൾ വീണ്ടും താഴോട്ടേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് വൈഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലെ ഡാമേജിൻ്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാവും. ഏകദേശം 1000-ഓളം ലിസ്റ്റഡ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ 20% ഫോളാണ് അതിൻ്റെ ഹൈയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ 440-ഓളം സ്റ്റോക്കുകൾ ഏകദേശം 50% ക്രാഷ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പല സ്റ്റോക്കുകളും 90% കൂടുതൽ ക്രാഷും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക സെക്ടറിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ടെലികോമിലായാലും ഇൻഫ്ര ആയാലും റിയൽ എസ്റ്റേറ്റ് ആയാലും എഞ്ചിനീയറിംഗ് മേഖലയിലായാലും ടെക്സ്റ്റൈൽ, ഫൈനാൻഷ്യൽസ്, മീഡിയ, IT, ഫാർമ, ഡിഫൻസ്, റിന്യൂവബിൾസ് ഏത് മേഖല എടുത്താലും അവിടെയൊക്കെയുള്ള സ്മോൾ ക്യാപ്പിൽ ഈ രീതിയിലുള്ള തകർച്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ധാരാളം ഇത്തരത്തിൽ 80 മുതൽ 90% വരെ തകർന്ന സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ചില പേരുകൾ എടുത്ത് പറയുകയാണെങ്കിൽ GTL ഇൻഫ്രാസ്ട്രക്ചർ, സ്യൂബെക്സ്, വക്രംഗി, ഫിലാടെക് ഫേഷ്യൻസ്, ഡിഷ് TV, പെനിൻസുല ലാൻഡ്, റിലയൻസ് ഇൻഫ്ര, റിലയൻസ് പവർ, CPC, ശങ്കര ബിൽഡിംഗ് പ്രോഡക്ട്സ്, GVK പവർ തുടങ്ങി ധാരാളം പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബെഞ്ച് മാർക്ക് സെൻസെക്സ് ആയാലും നിഫ്റ്റി ആയാലും ഏകദേശം 10% ഒരു റിട്ടേൺ നൽകിയ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു ക്രാഷ് സ്മോൾ ക്യാപ്പിൽ കാണുന്നത്. ഈവൻ മിഡ് ക്യാപ്പ് പോലും പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രാഷ് സ്മോൾ ക്യാപ്പിൽ വരാനുള്ള ഒരു കാരണം അതിൻ്റെ ഹയർ വാല്യുവേഷനാണ്. ആ വാല്യുവേഷനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഏർണിങ്സ് ഈ Q2-ൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു റിപ്പോർട്ട് പ്രകാരം റിസൾട്ട് പ്രസിദ്ധീകരിച്ച സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ 32% സ്റ്റോക്കുകൾക്ക് അതിൻ്റെ എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും സ്ഥിതി നേരെ വിപരീതമാണ്. അവിടെ ഭൂരിഭാഗം സ്റ്റോക്കുകളും അതിൻ്റെ
മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടായിരുന്നു Q2 കൊണ്ടുവന്നത്. അപ്പോൾ ഓവറോൾ സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ ഏകദേശം 5% ഇയർ ഓൺ ഇയർ ഫോൾ ആണ് ഏർണിംഗ്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് 3% ഗ്രോത്ത് ആണ്, ഇവിടെ സംഭവിച്ചത് 5% ഫോളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈ വാല്യുവേഷൻ ഉണ്ടാവുകയും അതിനോട് നീതീകരിക്കുന്ന രീതിയിലുള്ള ഏർണിംഗ്സ് ഇല്ലാതിരിക്കുകയും ചെയ്തതാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കിൻ്റെ തകർച്ചയ്ക്ക് കാരണം. അപ്പോൾ നിഫ്റ്റി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ PE ഇപ്പോൾ 10 വർഷത്തെ ആവറേജ് മീഡിയം PEയുടെ അടുത്താണ് നിൽക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പിൻ്റെ PE റേഷ്യോ അപ്പോൾ ഇത്ര വലിയ തകർച്ച ഉണ്ടായിട്ട് പോലും ഇതിൻ്റെ PE നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു ബോട്ടം ഫിഷിങ്ങിന് പോലും സാധ്യതയില്ലാത്ത വിധത്തിലുള്ള ഒരു വാല്യുവേഷനാണ് നമ്മളിപ്പോൾ സ്മോൾ ക്യാപ്പിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്മോൾ ക്യാപ്പ് തകർച്ചയുടെ ആ ഒരു ഭാരം ഏറ്റവും അധികം ഏൽക്കാൻ പോകുന്നത് നമ്മളെപ്പോലുള്ള ശരാശരി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. കാരണം മൊത്തം മാർക്കറ്റിൽ 8.6% ആണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയറെങ്കിൽ ഈ ഒരു ക്രാഷിൻ്റെ 35% വഹിക്കാൻ പോകുന്നത് ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റ് ബിഗ് ഇൻവെസ്റ്റേഴ്സും ഒക്കെ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ ശരാശരി ഇൻവെസ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലുമാണ്. എന്നാൽ ഈ വരാൻ പോകുന്ന 3-4 ക്വാർട്ടറുകളിൽ ഏർണിംഗ്സ് ഇംപ്രൂവ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീബൗണ്ട് പല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏർണിംഗ്സ് വീക്ക് ആവുകയാണെങ്കിൽ ഈ തകർച്ച വീണ്ടും വലിയ ആഴങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ ഒരു മുന്നേറ്റം അത് പൂർണ്ണമായിട്ടും ഏർണിംഗ്സിനെ ആശ്രയിച്ചായിരിക്കും, അല്ലാതെ ലിക്വിഡിറ്റി ആശ്രയിച്ചായിരിക്കില്ല. നമുക്കറിയാം ലിക്വിഡിറ്റി വർദ്ധിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും PE റേഷ്യോ ഉയരുകയും അതിൻ്റെ ഫണ്ടമെന്റൽസുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള സ്റ്റോക്ക് പ്രൈസ് മൂവ് ഉണ്ടാവുകയും ചെയ്യും. അത് ഇനി സ്മോൾ ക്യാപ്പിൽ നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏർണിംഗ്സ് ഇംപ്രൂവ് ആകുമ്പോൾ മാത്രമായിരിക്കും ഒരു തിരിച്ചുവരവ് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ക്വാർട്ടറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് ഡിസ്കൗണ്ട് ബ്രോക്കറേജ് അവരുടെ ക്ലയൻറ്റ് ബേസ് കുറയുന്നതായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ ഒക്ടോബർ നവംബർ മാസത്തെ ഡാറ്റകൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 57,650 ആക്റ്റീവ് ക്ലയൻസിൻ്റെ കുറവാണ് ഓവറോൾ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ഹൗസിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡിക്ലൈൻ ഈ വർഷം മുതലേ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് ജൂൺ ക്വാർട്ടറിൽ 13.13 ലക്ഷം വരെ എത്തിയിരുന്നു. അതേപോലെ മാർച്ച് ക്വാർട്ടറിൽ അത് ഏകദേശം 9.63 ലക്ഷം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ ഈ ജനുവരി മുതൽ ഇതുവരെയുള്ള ഈ ക്ലയൻറ്റ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് ക്ലയൻറ്റ് എക്സിറ്റ് ആയത് ഏകദേശം 51 ലക്ഷമാണ്. അപ്പോൾ നിലവിൽ ഈ കഴിഞ്ഞ മാസത്തെ ഒരു ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ ആക്റ്റീവ് ക്ലയൻറ്റ് ബേസ് കുറഞ്ഞ പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ഹൗസുകൾ നോക്കുകയാണെങ്കിൽ സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, HDFC സെക്യൂരിറ്റീസ്, ഇന്ത് സ്റ്റോക്ക്, അതുപോലെ കൊഡാക് സെക്യൂരിറ്റീസ്, ഫോൺ പേ വെൽത്ത്, ഷെയർ ഖാൻ, മിറായ അസറ്റ്, 5 പൈസ ക്യാപിറ്റൽ പോലെയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറേജിൽ അവരുടെ ആക്റ്റീവ് ക്ലയൻറ്റ് ബേസ് കുറഞ്ഞതായിട്ട് കാണാം. എന്നാൽ ഗ്രോ, SBI സെക്യൂരിറ്റീസ്, പേടിഎം മണി, ICICI സെക്യൂരിറ്റീസ്, മണി വേസ് ഇൻവെസ്റ്റ്, ആക്സിസ് സെക്യൂരിറ്റീസ്, യൂണിവേഴ്സ് സ്റ്റോക്ക് ബ്രോക്കിംഗ്, എസ് സെക്യൂരിറ്റീസ്, ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിംഗ്, ജൈനാം ബ്രോക്കിംഗ് ഇവരുടെയൊക്കെ ക്ലയൻറ്റ് ബേസ് ഉയർന്നാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും അഡ്വാൻസ് ചെയ്ത ആക്റ്റീവ് ക്ലയൻറ്റിനേക്കാൾ കൂടുതലാണ് ഡിക്ലൈൻ ചെയ്ത ആക്റ്റീവ് ക്ലയൻറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വളരെയധികം നിരാശരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിക്ലൈനാണ് നമുക്കിപ്പോൾ ഈ ആക്റ്റീവ് ക്ലയൻറ്റ് ബേസിൽ കാണുന്നത്. ഇനി നമ്മൾ ഇന്ന് മാർക്കറ്റിലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ടാറ്റ സ്റ്റീലിൽ കാര്യമായൊരു മുന്നേറ്റം ഇന്നുണ്ടായിട്ട് കാണാം. 2% കൂടുതൽ റാലി അതിൽ നടന്നിരുന്നു. അപ്പോൾ അവിടെ അതിനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് ടാറ്റ സ്റ്റീൽ അവർ വലിയൊരു ക്യാപെക്സ് പ്ലാൻ എക്സ്പാൻഷനെ കുറിച്ച് ഇന്ന് അനൗൺസ് ചെയ്തിരുന്നു. 15,000 കോടിയുടെ ഒരു എക്സ്പാൻഷൻ പ്ലാനാണിത്. അപ്പോൾ UK-യിലും ഇന്ത്യയിലും നെതർലാൻഡ്സിലും ഉൾപ്പെടെയുള്ള ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഏകദേശം 11,000 കോടി രൂപയോളം സ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയുടെ ഒരു ഡൊമസ്റ്റിക് ഓപ്പറേഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ 1,900 കോടി ഉപയോഗിക്കുന്നത് UK-യിലെ അവരുടെ പ്ലാന്റ് ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ നെതർലാൻഡ്സിലും ബാക്കിയുള്ള തുക ഉപയോഗിക്കും. ഇപ്പോൾ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ക്യൂവിൻ്റെ അടിസ്ഥാനത്തിലും സ്റ്റീൽ മെറ്റൽ സ്റ്റോക്കുകളിൽ ഒരു ഇമ്പ്രൂവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ് നമുക്ക് ടാറ്റ സ്റ്റീലിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. ഇതേപോലെ ശക്തി പമ്പ് സ്റ്റോക്കിലും വലിയൊരു റാലി നടന്നതായിട്ട് കാണാം. ഏകദേശം 14% ഒരു മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ അതിന് കാരണമായിട്ടുള്ളത് അവർക്ക് കിട്ടിയിട്ടുള്ള 444 കോടിയുടെ ഒരു ഓർഡർ ബുക്കാണ്. ഇത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ശക്തി പമ്പ് അതിൻ്റെ ഹൈയിൽ നിന്നും വലിയ തോതിൽ ക്രാഷ് ആയിട്ടുള്ള ഏകദേശം 43% താഴത്തേക്ക് വന്ന സ്റ്റോക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശക്തി പമ്പിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡർ ബുക്ക് വിന്നിങ്ങിനനുസരിച്ചിട്ടായിരിക്കും. പ്രത്യേകിച്ച് കുസും പദ്ധതി, പ്രധാനമന്ത്രി യോജന, ഈ കൃഷി പമ്പ് യോജന പോലെയുള്ള അത്തരം സ്കീമുകളിലുള്ള ഓർഡറാണ് ഇവരെ മുന്നോട്ടേക്ക് നയിച്ചത്. പ്രത്യേകിച്ച് ഈ സോളാർ
വാട്ടർ പമ്പിംഗ് സിസ്റ്റമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ഇത്തരം ആ കുസും പദ്ധതിയിൽ നിന്നൊക്കെയുള്ള ഓർഡറുകളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശ്രയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർ സ്വാഭാവികമായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു പക്ഷേ ഇതിനെ കണ്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ എന്തായാലും ഒരു വളറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. പക്ഷേ ലോങ് ടേമിലേക്ക് ഈ സ്റ്റോക്ക് മുന്നേറണമെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഡർ വിന്നിങ് പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് സ്കീമുകളിൽ നിന്ന് നേടിയാൽ മാത്രമേ ഈ സ്റ്റോക്കിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.